नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 80. സുദാമ ബ്രാഹ്മണനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. പേജ് നമ്പർ 783. ബ്രാഹ്മണൻ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ ദേവതമാരെ പോലെ തോന്നിക്കുന്ന ഒരു സംഘം സ്ത്രീ പുരുഷന്മാർ ഗായകരാൽ അനുഗതരായി അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തി. എല്ലാവരും മംഗളദ്യോതകമായ ഗാനങ്ങൾ ആലപിച്ചിരുന്നു. ഭർത്താവിൻ്റെ ആഗമന വാർത്ത കേട്ട് ബ്രാഹ്മണ പത്നി അത്യധികം സന്തുഷ്ടയായി. തിടുക്കത്തിൽ അവളും കൊട്ടാരത്തിൽ നിന്നു പുറത്തു വന്നു. ഭാഗ്യദേവതയായ ലക്ഷ്മി ദേവി തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയോ എന്നു തോന്നുമാറ് ബ്രാഹ്മണ പത്നി അതീവ സുന്ദരിയായി കാണപ്പെട്ടു. ഭർത്താവിനെ മുന്നിൽ കണ്ട മാത്രയിൽ അവളുടെ കണ്ണിൽ ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു തുടങ്ങി. ഭർത്താവിനെ സംബോധന ചെയ്യാൻ പോലും ആവാത്ത മട്ടിൽ അവളുടെ ശബ്ദം ഇടറിപ്പോയി. പരമാനന്ദ നിർവൃതിയിൽ അവൾ കണ്ണുകളടച്ചു. അതേസമയം തികഞ്ഞ സ്നേഹവാത്സല്യങ്ങളോടെ ഭർത്താവിനെ നമസ്കരിക്കുകയും മനസ്സുകൊണ്ടു അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും ചെയ്തു. സ്വർണഹാരങ്ങൾ കൊണ്ടും മറ്റ് ആഭരണങ്ങൾ കൊണ്ടും അവൾ പൂർണ്ണമായും അലങ്കൃതയായിരുന്നു. ദാസികളുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ ആകാശവിമാനത്തിൽ നിന്ന് അപ്പോഴിറങ്ങിയ ഏതോ ദേവപത്നിയെപ്പോലെ കാണപ്പെട്ടു. പത്നിയെ ഇത്രയും സുന്ദരിയായി കണ്ട ബ്രാഹ്മണൻ ആശ്ചര്യസ്തബ്ധനായി. അത്യന്തം വാത്സല്യത്തോടെ, എന്നാൽ ഭാര്യയോടൊന്നും മിണ്ടാതെ അവരോടൊപ്പം അദ്ദേഹം കൊട്ടാരത്തിനുള്ളിൽ കടന്നു. കൊട്ടാരത്തിൽ തൻ്റെ സ്വകാര്യ മുറിയിൽ പ്രവേശിച്ച ബ്രാഹ്മണന് അത് തൻ്റെ മുറിയല്ല, ദേവേന്ദ്രൻ്റെ കൊട്ടാരമായിട്ടാണ് തോന്നിയത്. കൊട്ടാരത്തിനു ചുറ്റും രത്നസ്തംഭങ്ങളുണ്ടായിരുന്നു. മഞ്ചങ്ങളും പീഠങ്ങളുമെല്ലാം ദന്തനിർമ്മിതവും രത്നഖചിതവുമായിരുന്നു. പാൽനുര പോലെ ശുഭ്രവും താമരപ്പൂ പോലെ മൃദുലവുമായിരുന്നു ശയ്യോപകരണങ്ങൾ. കനകദണ്ഡങ്ങളിൽ തൂങ്ങുന്ന ചാമരങ്ങൾ, താമരപ്പൂ പോലെ മൃദുലമായ മെത്തകളോട് കൂടിയ സ്വർണ സിംഹാസനങ്ങൾ, പലയിടത്തും സൂര്യപടം കൊണ്ടും പട്ടാമ്പരം കൊണ്ടും നിർമ്മിച്ച മേൽക്കട്ടികൾ, മരതകം പതിച്ച സുതാര്യമായ വെണ്ണക്കല്ലുകൾ കൊണ്ടു നിർമ്മിച്ച തറയിലാണ് കെട്ടിടങ്ങളുടെ സംരചന. അമൂല്യരത്നങ്ങൾ കൊണ്ടു നിർമ്മിച്ച ദീപങ്ങളുമായാണ് കൊട്ടാരത്തിലെ സ്ത്രീജനങ്ങളുടെ നടപ്പ്. ദീപങ്ങളുടെ ജ്വാലയും രത്നങ്ങളുടെ ശോഭയും ഇടകലർന്നു അത്യന്തം
തേജോമയമായ അന്തരീക്ഷം തൻ്റെ സ്ഥിതി പെട്ടെന്നു സമ്പന്നമായി മാറുകയും ഈ മാറ്റത്തിനു കാരണമെന്തെന്നു തീർച്ചപ്പെടുത്താൻ വയ്യാതാകുകയും ചെയ്തപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നു ബ്രാഹ്മണൻ ഗൗരവപൂർവം ആലോചിച്ചു തുടങ്ങി. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു: ജീവിതത്തിൻ്റെ തുടക്കം മുതലേ ഞാൻ അത്യന്തം ദരിദ്രനായിരുന്നു. ഇപ്പോൾ ആകസ്മികമായ ഈ വമ്പിച്ച ഐശ്വര്യത്തിൻ്റെ കാരണമെന്താണ്? യദുവംശമുഖ്യനായ ഭഗവാൻ കൃഷ്ണൻ എന്ന സുഹൃത്തിൻ്റെ കരുണാകടാക്ഷമല്ലാതെ മറ്റൊരു കാരണവും ഞാൻ കാണുന്നില്ല. തീർച്ചയായും ഈ അനുഗ്രഹങ്ങളത്രയും ഭഗവാൻ കൃഷ്ണൻ്റെ അഹൈതുകമായ കാരുണ്യം മാത്രമാണ്. ആത്മാരാമനും ലക്ഷ്മീദേവിയുടെ ഭർത്താവുമായ ഭഗവാൻ സദാ 6 ഐശ്വര്യങ്ങളും തികഞ്ഞവനാണ്. തൻ്റെ ഭക്തൻ്റെ മനസ്സറിയാൻ അദ്ദേഹത്തിനു കഴിയും. ഭക്തൻ്റെ അഭിലാഷങ്ങൾ ധാരാളമായി അദ്ദേഹം നിറവേറ്റിക്കൊടുക്കുകയും ചെയ്യും. ഇക്കണ്ടതൊക്കെ എൻ്റെ സുഹൃത്തായ ഭഗവാൻ കൃഷ്ണൻ്റെ പ്രവർത്തനങ്ങളാണ്. മഹാസാഗരം മുഴുവൻ ജലം കൊണ്ടു നിറയ്ക്കാൻ കഴിയുന്ന മേഘത്തേക്കാൾ ഉദാരനാണ് എൻ്റെ മേഘവർണ്ണനായ കൃഷ്ണൻ എന്ന ചങ്ങാതി. പകൽ കർഷകനു മഴ നൽകാത്ത മേഘം രാത്രിയിൽ ആവശ്യമുള്ളിടത്തോളം മഴ ഉദാരമായി നൽകുന്നു. എന്നിട്ടും രാവിലെ ഉണരുമ്പോൾ വേണ്ടത്ര മഴ കിട്ടിയില്ലെന്നു കർഷകൻ കരുതുന്നു. ഇതുപോലെ ഓരോരുത്തരുടെയും സ്ഥിതിക്കനുസൃതമായി അവരുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ നിറവേറ്റുന്നു. എന്നിട്ടും താൻ ആഗ്രഹിച്ചതിൽ വളരെ കുറച്ചു മാത്രമേ ഭഗവാൻ തന്നുള്ളൂ എന്നു കൃഷ്ണാവബോധമില്ലാത്തവർ കരുതുന്നു. നേരെ മറിച്ച് സ്നേഹവാത്സല്യങ്ങളോടെ ഭക്തൻ നൽകുന്ന അല്പമാത്രമായ വസ്തു പോലും മഹത്തും അമൂല്യവുമാണെന്നു ഭഗവാൻ കണക്കാക്കുന്നു. വ്യക്തമായ ഉദാഹരണം ഞാൻ തന്നെ. ഞാൻ അദ്ദേഹത്തിനു നൽകിയത് കേവലം ഒരു പിടി അവൽ. പകരം സ്വർലോകാധിപതിയായ ഇന്ദ്രനുള്ളതിനേക്കാൾ ഐശ്വര്യ സമൃദ്ധികൾ അദ്ദേഹം എനിക്കേകി. ഹരേ കൃഷ്ണ.